നാദബ്രഹ്മം ഫൗണ്ടേഷൻ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളാണ്. ഞാൻ പ്രവീൺ സുകുമാരൻ, നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പല മാധ്യമ സുഹൃത്തുക്കൾക്കും നമ്മളെക്കുറിച്ച് അറിയാമായിരിക്കും. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരു 3-4 പരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിനെല്ലാം ഇവിടെ പ്രസ് മീറ്റിന് വരികയുണ്ടായി. ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് ജയ് ജവാൻ എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനാണ്. കഴിഞ്ഞ കൊല്ലവും ഞങ്ങൾ ജയ് ജവാൻ എന്ന ഒരു പരിപാടി ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കൊല്ലം നമുക്ക് നമ്മുടെ ഹൈക്കോടതി ജഡ്ജി മേജർ രവി എന്നിവരൊക്കെ സംബന്ധിച്ചു. ഇതിൽ നമ്മൾ 2 ജവാന്മാരെ ആദരിക്കുകയുണ്ടായി. കഴിഞ്ഞ തവണ ഒരു ദേവസി എന്ന് പറഞ്ഞൊരു 1971 യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ധീര ജവാനി, കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വിശ്വനാഥ് സാറിൻ്റെ ഭാര്യയാണ് ആദരിച്ചത്. ഇക്കൊല്ലവും ജനുവരി 26 ഇതേ പരിപാടി നമ്മൾ ടൗൺ ഹാളിൽ വെച്ച് വൈകുന്നേരം 4 മണിക്ക് നടത്തുകയാണ്. ഇത്തവണ നമുക്ക് ഇതിലേക്ക് വിശിഷ്ട സാന്നിധ്യമായി കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായിരുന്ന അഡ്മിറൽ ആർ ഹരികുമാർ സാറാണ്. ഒപ്പം വിശിഷ്ടാതിഥിയായി എത്തുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറായിട്ടുള്ള ജൂലിയസ് സച്ചിനാണ്. ഒപ്പം മറ്റ് വിശിഷ്ട വ്യക്തികളും സാന്നിധ്യരായിരിക്കും. ബ്രോഷറിൽ ഡീറ്റെയിൽസ് ഉണ്ട്. തുടർന്ന് നമ്മൾ ഇത്തവണ ആദരിക്കുന്നത് 1999 കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ എൻ സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ വീരമൃത്യു വരിച്ച VK നരശുവിൻ്റെ പ്രിയപത്നി ഷിജി, ഇവരെയാണ് ഇത്തവണ നമ്മൾ ആദരിക്കുന്നത്. തുടർന്ന് ദേശഭക്തി ഗാനങ്ങൾ ഉൾപ്പെടെയുള്ളൊരു ദേശഭക്തി ഗാനാഞ്ജലി ഉൾപ്പെടുന്ന ഒരു സന്ധ്യയാണ് നടത്തുന്നത്. അപ്പം അതിന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഹലോ 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 ഇതുകൂടാതെ നമ്മുടെ അഡ്മിറൽ ഹരികുമാർ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് വരുമ്പോൾ രാവിലെ അദ്ദേഹം ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഐന്തോളിൽ നമ്മുടെ മാട്ടായേഴ്സിന്റെ നമ്മുടെ വാർ ഹീറോസിന്റെ ഒരു ഇതുണ്ടല്ലോ, മെമ്മോറിയൽ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ പോയിട്ട് ഒരു പുഷ്പചക്രം അണിയിക്കണം എന്ന് ഒരു വിഷ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ 10:30 മണിക്ക് ഞങ്ങൾ അവിടെ പോയിട്ട് അദ്ദേഹം അത് പുഷ്പചക്രം അണിയിക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ നാദബ്രഹ്മ ഫൗണ്ടേഷൻ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ പറ്റിയാൽ അവിടെ നിങ്ങൾ വരാൻ ശ്രമിക്കണം. സമയം 10:30 ബിറ്റ്വീൻ 10:30 and 11 ആയിരിക്കും അതിന്റെ സമയം. ഓക്കെ. ഈ കുട്ടി പറയും കേട്ടോ. ഹലോ, ഇതിപ്പോൾ ഈ ഒഫീഷ്യൽ ഫങ്ഷൻ കഴിഞ്ഞാണ് ഈ ഇനോഗ്രേഷൻ, പിന്നെ ഫെലിസിറ്റേഷൻ, ഇതെല്ലാം കഴിഞ്ഞാൽ നാദബ്രഹ്മത്തിൻ്റെ മെമ്പേഴ്സ് 40ഓളം മെമ്പേഴ്സ് പങ്കെടുക്കുന്ന പാട്രിയോട്ടിക് സോങ്സ് ആണ് ഉണ്ടാവുക. അതിൽ ദേശഭക്തി ഗാനങ്ങൾ. അതുകൂടാതെ നമ്മൾ അവതരിപ്പിക്കുന്ന പ്രെയറും നമ്മളൊരു പാട്രിയോട്ടിക് പ്രെയർ ആയിട്ടാണ് എല്ലാ പ്രാവശ്യവും പറയുമ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു പ്രോട്ടോകോൾ വെച്ച് ഡിഫൻസ് പ്രോഗ്രാം പാട്രിയോട്ടിക് പ്രോഗ്രാമാണ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. അതിൽ നമ്മൾ ഇൻ അഡീഷൻ ഒരു പുതിയൊരു സെഗ്മെന്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഭവാൻസും ചിന്മയത്തെ ഭവാൻസ് പോർട്ടുവലിറ്റിയും ചിന്മയ സ്കൂൾ കോളേജിലെയും കുട്ടികളും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അവർ നാഷണൽ സോങ്ങും പിന്നെ ഓരോരുത്തരും ഓരോ പാട്രിയോട്ടിക് സോങ് വിത്ത് ഫുൾ സർവീസ് ഓർക്കസ്ട്ര അവർ സപ്പോർട്ട് ചെയ്തിട്ട്. സോ ദേ ആർ ഓൾസോ സപ്പോർട്ടിങ് us and they are engaged in the program. Thank you so much. അപ്പോൾ ഞങ്ങളുടെ ഒരു എന്താ പറയാന്ന് വെച്ചാൽ ഇത് എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഞങ്ങൾക്ക് മാക്സിമം കവറേജ് കൊടുക്കണം താല്പര്യം. താങ്ക് യു സോ മച്ച്. നമ്മൾ നാദബ്രഹ്മം ഫൗണ്ടേഷൻ സംഘടിപ്പിക്കാറുള്ള മെഗാ പരിപാടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. നമ്മൾ ദേശഭക്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു, പിന്നെ ഇന്നത്തെ ജനറേഷനിൽ മോട്ടിവേഷൻ നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നാദബ്രഹ്മം ഫൗണ്ടേഷൻ കഴിഞ്ഞ കൊല്ലം തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. നമ്മളെല്ലാ കൊല്ലവും തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ നടത്തുന്ന ഒരു പരിപാടി. ഇത്തവണ നമുക്കതിന് വിശിഷ്ട സാന്നിധ്യം തന്നെ നമുക്ക് ഉദ്ഘാടനത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ നന്നാക്കി ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരും പബ്ലിസിറ്റി സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ
ദേശഭക്തി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ ധീരജവാന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.